മൈ നെയിംസ് എമ. എൻ്റെ പേര് എമ എന്നാണ്. ഐ ആം 35 ഇയേഴ്സ് ഓൾഡ്. എനിക്ക് 35 വയസ്സുണ്ട്. ആൻഡ് ലൈഫ് ഹാസ് നോട്ട് ബീൻ ഈസി. ജീവിതം എളുപ്പമായിരുന്നില്ല. ഈസി എന്നാൽ എളുപ്പമാവുക. ഐ ഹാവ് 2 ചിൽഡ്രൻ. എനിക്ക് 2 കുട്ടികൾ ഉണ്ട്. ലിലി ഹു ഈസ് 11 ആൻഡ് ഏത്തൻ ഹു ഈസ് 7. ലിലിക്ക് 11 വയസ്സുണ്ട്. ഏത്തന് 7 വയസ്സുണ്ട്. ദേ ആർ മൈ ഹോൾ വേൾഡ്. അവരാണ് എൻ്റെ ലോകം. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത് അവർക്ക് വേണ്ടിയാണ്. എവറിത്തിങ് എല്ലാം ഐ ഡു ഞാൻ ചെയ്യുന്നത് ഈസ് ഫോർ ദം. ഞാൻ ചെയ്യുന്നത് എല്ലാം അവർക്ക് വേണ്ടിയാണ്. എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളും ഞാൻ ചെയ്യുന്നത് അവർക്ക് വേണ്ടിയാണ്. ഐ ലോസ്റ്റ് മൈ മദർ. എനിക്ക് എൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു. ലോസ്റ്റ് എന്നാൽ നഷ്ടപ്പെട്ടു. വെൻ ആ സമയത്ത് വെൻ ഐ വാസ് വെരി യങ്. എനിക്ക് വളരെ ചെറുപ്പമായിരുന്നപ്പോൾ എൻ്റെ അമ്മ എനിക്ക് നഷ്ടപ്പെട്ടു. എ ഫ്യൂ ഇയേഴ്സ് ലേറ്റർ. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം. എ ഫ്യൂ ഇയേഴ്സ് ലേറ്റർ. ലേറ്റർ എന്നാൽ ശേഷം. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം. മൈ ഫാദർ ഹാഡ് പാസ്ഡ് അവേ ടു. പാസ് അവേ എന്നാൽ മരിച്ചു പോകുക എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ പാസ്റ്റാണ് പാസ്ഡ് അവേ, മരിച്ചു പോയി. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ അച്ഛനും മരണപ്പെട്ടു. അച്ഛനും എന്ന് കാണിക്കാനാണ് ടു എന്ന് എഴുതിയിട്ടുള്ളത്. ഐ തോട്ട് ഐ ഹാഡ് ഫേസ്ഡ് ദ വേസ്റ്റ്. ഐ തോട്ട് ഞാൻ കരുതി. ഐ ഹാഡ് ഫേസ്ഡ് ഞാൻ അഭിമുഖീകരിച്ചിട്ടുണ്ട്, ഞാൻ നേരിട്ടിട്ടുണ്ട്. ദ വേസ്റ്റ്. വേസ്റ്റ് എന്നാൽ മോശപ്പെട്ട എന്നുള്ള അർത്ഥമാണ്. ദുരിതം നിറഞ്ഞ ഇതൊക്കെയാണ് അർത്ഥം. ജീവിതത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഞാൻ നേരിട്ട് കഴിഞ്ഞുവെന്നാണ് ഞാൻ കരുതിയത്. ബട്ട് എന്നാൽ ലൈഫ് വാസ് നോട്ട് ഫിനിഷ്ഡ് വിത്ത് മീ യെറ്റ്. യെറ്റ് എന്നാൽ ഇതുവരെ ഇല്ല എന്നുള്ള അർത്ഥമാണ്. എന്നാൽ ജീവിതം എനിക്കായിട്ട് ഇനിയും കൂടുതൽ പരീക്ഷണങ്ങൾ മാറ്റിവച്ചിരുന്നു, കരുതി വച്ചിരുന്നു. ഐ ഗോട്ട് മാരീഡ് യങ്. ഗെറ്റ് മാരീഡ് എന്നാൽ വിവാഹിതയാവുക എന്നുള്ള അർത്ഥമാണ്. ഐ ഗോട്ട് മാരീഡ് യങ്. യങ് എന്നാൽ ചെറുപ്പം. ഞാൻ ചെറുപ്പത്തിലെ വിവാഹിതയായി. തിങ്കിങ് വിചാരിച്ചിരുന്നത്. തിങ്കിങ് ഇറ്റ് വുഡ് ലാസ്റ്റ് ഫോർ എവർ. ഫോർ എവർ എന്നാൽ എന്നേക്കും എന്നുള്ള അർത്ഥമാണ്. ഇത് അബന്ധം. ആ ബന്ധം എന്നും നിലനിൽക്കും എന്നാണ് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. ആഫ്റ്റർ 12 ഇയേഴ്സ്. 12 വർഷങ്ങൾക്ക് ശേഷം. മൈ ഹസ്ബൻഡ് സെഡ്. എൻ്റെ ഭർത്താവ് പറഞ്ഞു. ഹി ഡിഡ് നോട്ട് ലവ് മീ എനിമോർ. അദ്ദേഹം എന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ആൻഡ് ലെഫ്റ്റ്. അത് പറഞ്ഞ് അദ്ദേഹം പോയി. ലെഫ്റ്റ് എന്നാൽ ഉപേക്ഷിച്ചു എന്നുള്ള അർത്ഥമാണ്. ഏത്തൻ വാസ് ഓൺലി 2 ഇയേഴ്സ് ഓൾഡ്. ഈ സമയത്ത് ഏത്തന് വെറും 2 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ദർ വേർ നോ കോൾസ്. കോളുകൾ ഇല്ലായിരുന്നു, വിളികൾ ഇല്ലായിരുന്നു. നോ സപ്പോർട്ട്. സഹായമില്ല, ഒരു പിന്തുണയും ഇല്ലായിരുന്നു. നോ ഹെൽപ്പ്. സഹായമില്ല. നത്തിങ്. ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഫ്രം ദാറ്റ് മൊമെൻറ്റ്. ആ നിമിഷം തൊട്ട്, അന്ന് മുതൽ തൊട്ട്. ഇറ്റ് വാസ് ഓൺലി മീ ആൻഡ് മൈ ചിൽഡ്രൻ. ആ സമയം മുതൽ തൊട്ട് ഞാനും എൻ്റെ കുട്ടികളും മാത്രമായിരുന്നു. ഞങ്ങൾ തനിച്ചായിരുന്നു. വി ലിവ് ഇൻ എ സ്മോൾ അപ്പാർട്ട്മെൻറ്റ് ഇൻ വിസ്റ്റ ക്രീക്ക്. അദ്ദേഹത്തിൽ നിന്ന് ഒരു സഹായവും ലഭിച്ചില്ല, പണവും ലഭിച്ചില്ല, ഫോൺ വിളികളും ഒന്നും തന്നെ അദ്ദേഹത്തിൻ്റെ അടുക്കിൽ നിന്ന് ഉണ്ടായിരുന്നില്ല. ആ നിമിഷം മുതൽ തൊട്ട് ഞാനും എൻ്റെ മക്കളും മാത്രമായിരുന്നു. ഞങ്ങൾ വിസ്റ്റ ക്രീക്കിലെ ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റിലാണ് ജീവിച്ചിരുന്നത്. ഇറ്റ്സ് നോട്ട് മച്ച്. അത് വലിയ ആഡംബരം ഉള്ള ഒന്ന് അല്ലായിരുന്നു. ഇതാണ് അർത്ഥം. ഇറ്റ്സ് നോട്ട് മച്ച്. ബട്ട് എന്നാൽ ഇറ്റ്സ് അവർ ഹോം. അതാണ് ഞങ്ങളുടെ വീട്. സം മന്ത്സ്. ചില മാസങ്ങളിൽ. പേയിങ് ദ റെൻറ്റ് ഫീൽസ് ഇമ്പോസിബിൾ. ഇമ്പോസിബിൾ എന്നാൽ അസാധ്യമായ എന്നുള്ള അർത്ഥമാണ്. സാധിക്കാത്ത. റെൻറ്റ് എന്നാൽ വാടക. ഫീൽ എന്നാൽ തോന്നുക. ചില മാസങ്ങളിൽ വാടക കൊടുക്കുക എന്നുള്ളത് അസാധ്യമായി തോന്നി. ഐ ഡു നോട്ട് ഹാവ് എ കോളേജ് ഡിഗ്രി. ഐ ഡു നോട്ട് ഹാവ് എനിക്ക് ഇല്ല എ കോളേജ് ഡിഗ്രി. ഒരു കോളേജ് ഡിഗ്രി എനിക്ക് ഇല്ല. സോ ആയതുകൊണ്ട്. മൈ ചോയ്സസ് ആർ ലിമിറ്റഡ്. ലിമിറ്റഡ് എന്നാൽ പരിമിതമായ എന്നുള്ള അർത്ഥമാണ്. അതുകൊണ്ട് എൻ്റെ മുന്നിലുള്ള തീരുമാനങ്ങൾ പരിമിതമാണ്. ആർ ലിമിറ്റഡ് എന്നാൽ അത് പരിമിതമാണ്. ചോയ്സസുകൾ പരിമിതമാണ്. ക്വിറ്റിംഗ് ഈസ് നോട്ട് എൻ ഓപ്ഷൻ. ക്വിറ്റ് എന്നാൽ ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥമാണ്. ഓപ്ഷൻ എന്നാൽ തിരഞ്ഞെടുക്കാനുള്ള അവകാശം. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കൽ. ഇതാണ് അർത്ഥം. പിന്മാറുക എന്നുള്ളത് എനിക്ക് സാധ്യമല്ല. ഇതാണ് അർത്ഥം. ക്വിറ്റിംഗ് ഈസ് നോട്ട് എൻ ഓപ്ഷൻ. എത്ര ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഞാൻ തോറ്റു കൊടുക്കുക എന്നുള്ളത്
ഒരു മാർഗമല്ല, അതിനുള്ള ഓപ്ഷനില്ല. മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമാണ് മാർഗം. ഐ വർക്ക് ആസ് എ ഹോം നേഴ്സ്. ഞാൻ ഒരു ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ആസ് എന്നാൽ ആയിട്ട്, ആസ് എ ഹോം നേഴ്സ്, ഒരു ഹോം നേഴ്സ് ആയിട്ട്. ഐ ടേക്ക് കെയർ ഓഫ് സിക്ക് ആൻഡ് എൽഡർലി പീപ്പിൾ. എൽഡർലി എന്നാൽ പ്രായം ചെന്ന, പീപ്പിൾ എന്നാൽ ആളുകൾ, സിക്ക് എന്നാൽ രോഗിയായ, ടേക്ക് കെയർ എന്നാൽ പരിചരിക്കുക. രോഗികളെയും പ്രായമായവരെയും ഞാൻ പരിചരിക്കുന്നു. ഐ ഗിവ് മെഡിസിൻ. ഞാൻ മരുന്നുകൾ നൽകുന്നു. കുക്ക് പാചകം ചെയ്യുന്നു. ആൻഡ് ഹെൽപ്പ് ഇൻ എനി വേ ഐ ക്യാൻ. എനിക്ക് സഹായിക്കാൻ കഴിയുന്നത് പോലെയൊക്കെ ഞാൻ സഹായിക്കുന്നു. ഐ ക്യാൻ എന്നാൽ എനിക്ക് സാധിക്കുന്ന പോലെ. ബട്ട് പക്ഷേ ദാറ്റ്സ് നോട്ട് ഇനഫ് ടു പേ ഓൾ ദ ബിൽസ്. എന്നാൽ അത് പോരായിരുന്നു, എല്ലാ ബില്ലുകളും അടക്കാനുള്ള പണം തികയുമായിരുന്നില്ല. സോ അതുകൊണ്ട് ഐ ക്ലീൻ ഹോംസ് ആൻഡ് ഓഫീസസ് ആസ് വെൽ. ആസ് വെൽ എന്നാൽ അതും എന്നുള്ള അർത്ഥമാണ്. ആയതുകൊണ്ട് വീടുകൾ വൃത്തിയാക്കാനും ഓഫീസുകൾ വൃത്തിയാക്കാനും ഞാൻ തുടങ്ങി. ആ ജോലിയും ഞാൻ ചെയ്യാൻ തുടങ്ങി. നോ കമ്പനി, നോ ഏജൻസി, ജസ്റ്റ് മീ. ഒരു കമ്പനിയും ഒരു ഏജൻസിയും ഇല്ല. ജസ്റ്റ് മീ, ഞാൻ തന്നെയാണ്, ഞാൻ ഒറ്റയ്ക്കാണ് ഈ ജോലിയൊക്കെ ചെയ്യുന്നത്. ഐ വർക്ക് ലോങ് അവേഴ്സ്. നീണ്ട മണിക്കൂറുകൾ ഞാൻ ജോലി ചെയ്യുന്നു. സംടൈംസ്, ചിലപ്പോൾ ലേറ്റ് ഇൻ ടു ദ നൈറ്റ്. ചിലപ്പോൾ രാത്രി വൈകുവോളം ഞാൻ ജോലി ചെയ്യുന്നു. ഐ സ്ക്രബ് ഫ്ലോർസ്, ക്ലീൻ ബാത്റൂംസ് ആൻഡ് ടേക്ക് ഔട്ട് ദ ട്രാഷ്. സ്ക്രബ് എന്നാൽ ഉരച്ച് വൃത്തിയാക്കുക എന്നുള്ള അർത്ഥമാണ്. ഫ്ലോർസ് എന്നാൽ തറകൾ, നിലങ്ങൾ. ട്രാഷ് എന്നാൽ അർത്ഥം ചവറ് എന്നുള്ള അർത്ഥമാണ്. ടേക്ക് ഔട്ട് എന്നാൽ പുറത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ള അർത്ഥമാണ്. ടേക്ക് ഔട്ട് ദ ട്രാഷ്, ചവറുകൾ പുറത്തേക്ക് കൊണ്ടുപോകുക. ഞാൻ നിലം ഉരച്ച് വൃത്തിയാക്കുകയും കുളിമുറികൾ വൃത്തിയാക്കുകയും ചവറുകൾ പുറത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നു. ഈ ജോലിയൊക്കെ ഞാൻ ചെയ്യുന്നു. സം പീപ്പിൾ ആർ കൈൻഡ്. കൈൻഡ് എന്നാൽ ദയയുള്ള, ചില ആളുകൾ ദയ ഉള്ളവരാണ്. സം ആർ നോട്ട്, ചില ആളുകൾ ദയ ഉള്ളവർ അല്ല. സം ഡു നോട്ട് പേ ഫുള്ളി. ഫുള്ളി എന്നാൽ മുഴുവനായും എന്നുള്ള അർത്ഥമാണ്. പേ എന്നാൽ പണം നൽകുക. ചില ആളുകൾ ജോലി ചെയ്യുന്നതിനുള്ള പണം ശരിയായിട്ട് മുഴുവനായും തരുകയില്ല. സ്റ്റിൽ ഐ കണ്ടിന്യൂ. എന്നിട്ടും ഇപ്പോഴും ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കുന്നു, ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മൈ ചിൽഡ്രൻ ഡിപ്പെൻഡ് ഓൺ മീ. ഡിപ്പെൻഡ് എന്നാൽ ആശ്രയിക്കുക എന്നുള്ള അർത്ഥമാണ്. എൻ്റെ കുട്ടികൾ ആശ്രയിക്കുന്നത് എന്നെയാണ്. ഫുഡ് ഓൺ ദ ടേബിൾ, ക്ലോത്ത്സ് ഓൺ ദെയർ ബാഗ്സ്, എ റൂഫ് ഓവർ അവർ ഹെഡ്സ്. ക്ലോത്ത്സ് ഓൺ ദെയർ ബാഗ്സ് എന്നാൽ ധരിക്കാനുള്ള വസ്ത്രങ്ങൾ എന്നുള്ള അർത്ഥം. എ റൂഫ് ഓവർ അവർ ഹെഡ്സ്, താമസിക്കാനുള്ള ഒരു വീട്, തലചായ്ക്കാനുള്ള ഇടം, ഇതൊക്കെയാണ് അർത്ഥം. ഇവിടെ ഈ ഫുഡ് ഓൺ ദ ടേബിൾ, ക്ലോത്ത്സ് ഓൺ ദെയർ ബാഗ്സ്, എ റൂഫ് ഓവർ അവർ ഹെഡ്സ്, ഇതിനർത്ഥം നേരിട്ടുള്ള ഒരു ഡയറക്റ്റായിട്ടുള്ള നേരിട്ടുള്ള അർത്ഥമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഇഡിയമാണ്. ജീവിതത്തിലെ അടിസ്ഥാന ആവശ്യങ്ങൾ, ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ മക്കൾ എന്നെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം, വസ്ത്രം, താമസിക്കാനുള്ള വീട്, ഇതിനെല്ലാം വേണ്ടിയിട്ട് ഞാൻ കഠിനാധ്വാനം ചെയ്യുന്നു. എല്ലാം എന്നിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. എല്ലാം എൻ്റെ ഉത്തരവാദിത്വമാണ്. ഈവൻ ഓൺ ഡേയ്സ് വെൻ ഐ ആം സിക്ക്. ഈവൻ എന്നാൽ പോലും എന്നുള്ള അർത്ഥമാണ്. വെൻ എന്നാൽ ആ സമയത്ത്. ഞാൻ രോഗിയായിരിക്കുന്ന സമയത്തും ക്ഷീണിച്ചിരിക്കുമ്പോഴും ആ സമയത്ത് പോലും. എക്സോസ്റ്റഡ് ഓർ സാഡ്. സാഡ് എന്നാൽ ദുഃഖിച്ചിരിക്കുക. എക്സോസ്റ്റ് എന്നാൽ അർത്ഥം ക്ഷീണിക്കുക എന്നുള്ള അർത്ഥമാണ്. എക്സോസ്റ്റഡ് എന്നാൽ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥ. ഐ കീപ് വർക്കിംഗ്. ഞാൻ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് രോഗമുള്ളപ്പോഴും ഞാൻ ക്ഷീണിച്ചിരിക്കുമ്പോഴും തളർന്നിരിക്കുമ്പോഴും ഞാൻ എൻ്റെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അറ്റ് നൈറ്റ്, രാത്രിയിൽ. വെൻ ദേ ഫൈനലി സ്ലീപ്പ്, ഐ വാച്ച് ദം. അവസാനം അവർ ഉറങ്ങും. അങ്ങനെ അവർ ഉറങ്ങുന്ന സമയത്ത് ഞാൻ അവരെ നോക്കിക്കൊണ്ടിരിക്കും. ഐ വാച്ച് ദം, ഞാൻ അവരെ നോക്കിക്കൊണ്ടിരിക്കും. ഐ ഹോൾഡ് ദെയർ സ്മോൾ ഹാൻഡ്സ്. ഹോൾഡ് എന്നാൽ പിടിക്കുക. അവരുടെ ചെറിയ കൈകൾ ഞാൻ പിടിക്കുന്നു. കിസ് ദെയർ ഫോർഹെഡ്സ്. ഫോർഹെഡ്സ് എന്നാൽ നെറ്റികൾ. ഫോർഹെഡ് എന്നാൽ നെറ്റി. അവരുടെ നെറ്റിത്തടങ്ങളിൽ ഞാൻ ഉമ്മ വയ്ക്കുന്നു. ആൻഡ് വിസ്പർ, എന്നിട്ട് ഞാൻ പതുക്കെ പറയുന്നു. വൺ ഡേ, ഒരു ദിവസം. വി വിൽ ഹാവ് എ ബെറ്റർ ലൈഫ്. ബെറ്റർ ലൈഫ് എന്നാൽ നല്ല ജീവിതം. വിൽ ഹാവ് എന്നാൽ ഉണ്ടാകും എന്നുള്ള അർത്ഥമാണ്. വി വിൽ ഹാവ് എ ബെറ്റർ ലൈഫ്.
വൺ ഡേ ഒരു ദിവസം നമുക്കൊരു നല്ല ജീവിതം ഉണ്ടാകും. ദിസ് തോട്ട് ഈ ചിന്ത, ദിസ് തോട്ട് കീപ്സ് മീ ഗോയിങ് ഈ ചിന്ത എന്നെ മുന്നോട്ടേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നു. ദെൻ വൺ നൈറ്റ് അങ്ങനെ ഒരു ദിവസം രാത്രി എവറിത്തിങ് ചേഞ്ച്ഡ് എല്ലാം മാറി മറിഞ്ഞു. ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി. ഹെവിലി എന്നാൽ ശക്തമായി മഴ വർഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇറ്റ് വാസ് റെയിനിങ് മഴ വർഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹെവിലി ശക്തമായി. ഐ ഹാഡ് ഫിനിഷ്ഡ് വർക്ക് ആൻഡ് വാസ് വാക്കിംഗ് ഹോം വിത്ത് ലിലി ആൻഡ് ഏത്തൻ. ഞാൻ ജോലി ചെയ്ത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകുകയായിരുന്നു. ലിലിയുടെയും ഏത്തൻ്റെയും കൂടെ നടന്നു പോകുകയായിരുന്നു. വാസ് വാക്കിംഗ് ഹോം എന്നാൽ വീട്ടിലേക്ക് നടന്നു പോകുകയായിരുന്നു. ദ സ്ട്രീറ്റ്സ് വെർ എംറ്റി. എംറ്റി എന്നാൽ വിജനമായ എന്നുള്ള അർത്ഥമാണ്. തെരുവുകൾ വിജനമായിരുന്നു, ഒന്നും തന്നെ ഇല്ലായിരുന്നു. ആൻഡ് ദ വിൻഡ് വാസ് വെരി കോൾഡ്. വിൻഡ് എന്നാൽ കാറ്റ് എന്നുള്ള അർത്ഥമാണ്. കോൾഡ് എന്നാൽ തണുപ്പ്. കാറ്റ് വളരെ തണുപ്പുള്ളതായിരുന്നു. ലിലി ഹെൽഡ് വൺ ഹാൻഡ്. ലിലി ഒരു കൈ പിടിച്ചിരുന്നു. ഏത്തൻ ഹെൽഡ് ദ അതർ. മറ്റേ കൈ ഏത്തനും പിടിച്ചിരുന്നു. മാമ ഐ ആം കോൾഡ്. എനിക്ക് തണുക്കുന്നുണ്ട്. ഏത്തൻ വിസ്പേർഡ്. ഏത്തൻ പതുക്കെ പറഞ്ഞു. മാമ എനിക്ക് തണുക്കുന്നുണ്ട്. ഐ പുൾഡ് ഹിം ക്ലോസ്. ഞാൻ അവനെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചു. അവനെ വലിച്ച് ഞാൻ എൻ്റെ അടുത്തേക്ക് പിടിച്ചു. ആൻഡ് റാപ്ഡ്. റാപ്പ് എന്നാൽ പൊതിയുക എന്നുള്ള അർത്ഥമാണ്. റാപ്ഡ് പൊതിഞ്ഞു. മൈ സ്കാർഫ് എറൗണ്ട് ഹിം. സ്കാർഫ് എന്നാൽ മൂടുപടം എന്നുള്ള അർത്ഥമാണ്. എറൗണ്ട് ഹിം എന്നാൽ അവന് ചുറ്റും. എൻ്റെ സ്കാർഫ് കൊണ്ട് ഞാൻ അവന് ചുറ്റും പൊതിഞ്ഞു. ഓൾമോസ്റ്റ് ഹോം മൈ ഡിയർ. ഓൾമോസ്റ്റ് ഹോം ഏതാണ്ട് വീട്ടിൽ എത്താറായിട്ടുണ്ട്. ഇതാണ് അർത്ഥം. ഏതാണ്ട് വീട്ടിൽ എത്താറായിട്ടുണ്ട്. മൈ ഡിയർ എന്ന് വിളിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു. ദെൻ അങ്ങനെ ശേഷം എ ബ്രൈറ്റ് ലൈറ്റ് അപ്പിയേർഡ്. അപ്പിയർ എന്നാൽ പ്രത്യക്ഷപ്പെടുക എന്നുള്ള അർത്ഥമാണ്. ഒരു തീവ്രമായിട്ടുള്ള ഒരു പ്രകാശം പ്രത്യക്ഷപ്പെട്ടു. ദൂർ വാസ് എ ലൗഡ് ക്രാഷ്. എവറിത്തിങ് വെൻറ്റ് ബ്ലാക്ക്. ഒരു വലിയ ഇടിയുടെ ശബ്ദം കേട്ടു. ഒരു അപകടം നടന്ന ശബ്ദം കേട്ടു. എവറിത്തിങ് വെൻറ്റ് ബ്ലാക്ക്. പിന്നീട് ശേഷം എല്ലാം ഇരുട്ടിലായി. എവറിത്തിങ് വെൻറ്റ് ബ്ലാക്ക് ഇതിനർത്ഥം എല്ലാം ഇരുട്ടായിപ്പോയി, ബോധം നഷ്ടമായി, ഇതൊക്കെയാണ് അർത്ഥം. ലൗഡ് ക്രാഷ് എന്നാൽ ഇടിയുടെ ശബ്ദം. ലൗഡ് എന്നാൽ ശബ്ദം, ഉച്ചത്തിലുള്ള ശബ്ദം. ക്രാഷ് എന്നാൽ കൂട്ടിയിടി. വെൻ ഐ ഓപ്പൺഡ് മൈ ഐസ്. ഞാൻ എൻ്റെ കണ്ണുകൾ തുറന്ന സമയത്ത് ഐ സോ ഞാൻ കണ്ടു. എ ബ്ലൂ സീലിംഗ്. ഒരു നീല നിറത്തിലുള്ള സീലിംഗ് ഞാൻ കണ്ടു. ഐ സോ എന്നാൽ ഞാൻ കണ്ടു. ദർ വേർ ബീപ്പിംഗ് മെഷീൻസ് ആൻഡ് ദ സ്മെൽ ഓഫ് മെഡിസിൻ. ദർ വേർ അവിടെ ഉണ്ടായിരുന്നു. ബീപ്പിംഗ് മെഷീൻസ്. ബീപ്പിംഗ് മെഷീനുകൾ അവിടെ ഉണ്ടായിരുന്നു. ഈ ശബ്ദമുണ്ടാക്കുന്ന മെഷീനുകൾ അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ദ സ്മെൽ ഓഫ് മെഡിസിൻ മരുന്നുകളുടെ വാസനയും അവിടെ ഉണ്ടായിരുന്നു. ഐ വാസ് ഇൻ ദ ഹോസ്പിറ്റൽ ഞാൻ ആശുപത്രിയിൽ ആയിരുന്നു. പാനിക് ഫിൽഡ് മൈ ചെസ്റ്റ്. പാനിക് എന്നാൽ ഭീതി എന്നുള്ള അർത്ഥമാണ്. ഫിൽഡ് എന്നാൽ നിറഞ്ഞു എന്നുള്ള അർത്ഥമാണ്. എൻ്റെ മനസ്സിൽ ഭയം നിറഞ്ഞു. വേർ ദേ. ദേ എന്നാൽ അവർ എവിടെയാണ്? എൻ്റെ കുട്ടികൾ എവിടെയാണ്? മൈ ചിൽഡ്രൻ എൻ്റെ കുട്ടികൾ. വേർ ദേ അവർ എവിടെയാണ്? എ നേഴ്സ് കെയിം ക്വിക്കിലി. ക്വിക്കിലി എന്നാൽ പെട്ടെന്ന്. കെയിം എന്നാൽ വന്നു. പെട്ടെന്ന് ഒരു നേഴ്സ് വന്നു. ദേ ആർ സേഫ് അവർ സുരക്ഷിതരാണ്. ഷീ സെഡ് ജെൻലി. ജെൻലി എന്നാൽ സൗമ്യമായിക്കൊണ്ട് നേഴ്സ് പറഞ്ഞു. ഡു നോട്ട് വറി വിഷമിക്കേണ്ട. എന്നാൽ ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ക്രൈയിങ് എനിക്ക് കരച്ചിൽ നിർത്താൻ കഴിഞ്ഞില്ല. ഐ കുഡ് നോട്ട് എനിക്ക് സാധിച്ചില്ല. സ്റ്റോപ്പ് ക്രൈയിങ് കരച്ചിൽ നിർത്താൻ എനിക്ക് സാധിച്ചില്ല. മിനിറ്റ്സ് ലേറ്റർ മിനിറ്റുകൾക്ക് ശേഷം ദ ഡോർ ഓപ്പൺഡ് വാതിൽ തുറക്കപ്പെട്ടു. ടു സ്മോൾ ഫിഗേഴ്സ് റാൻ ഇൻ. റാൻ ഇൻ എന്നാൽ അകത്തേക്ക് ഓടി വന്നു എന്നുള്ള അർത്ഥം. റാൻ എന്നാൽ ഓടി. ഫിഗർ എന്നാൽ രൂപം എന്നുള്ള അർത്ഥം. ടു സ്മോൾ ഫിഗേഴ്സ് റാൻ ഇൻ രണ്ട് രൂപങ്ങൾ അകത്തേക്ക് ഓടി വന്നു. ഇവിടെ ചെറിയ കുട്ടികളെയാണ് ഉദ്ദേശിക്കുന്നത്. ആ രണ്ട് ചെറിയ കുട്ടികൾ അകത്തേക്ക് ഓടി വന്നു. മാമ അമ്മേ. ദേ ക്രൈഡ് അവർ കരഞ്ഞു വിളിച്ചു. ഹഗിങ് മീ എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട്. ടൈറ്റ്ലി ശക്തമായി കൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവർ കരഞ്ഞ് വിളിച്ചു. മാമ അമ്മേ. അവരെ കെട്ടിപ്പിടിച്ച സമയത്ത് ഐ ഫെൽറ്റ് എനിക്ക് തോന്നി. ബോത്ത് രണ്ടും എന്നുള്ള അർത്ഥമാണ്. ബോത്ത് റിലീഫ് ആൻഡ് ഫിയർ. റിലീഫ് എന്നാൽ ആശ്വാസം, ഫിയർ എന്നാൽ ഭയം.
അവരെ കെട്ടിപ്പിടിച്ച സമയത്ത് എനിക്ക് ഒരേ സമയം ആശ്വാസവും ഭയവും തോന്നി. ദെൻ ദ ഡോക്ടർ അറൈവ്ഡ്. ശേഷം പിന്നീട് ഡോക്ടർ വന്നു. ഹിസ് ഫേസ് വാസ് സീരിയസ്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഗൗരവഭാവമായിരുന്നു. യുവർ ലെഗ് ഈസ് ബ്രോക്കൺ. നിങ്ങളുടെ കാൽ പൊട്ടിയിട്ടുണ്ട്. ഹി സെഡ്. അദ്ദേഹം പറഞ്ഞു. യു നീഡ്. നിങ്ങൾക്ക് ആവശ്യമാണ് സർജറി ആൻഡ് വീക്സ് ഓഫ് റെസ്റ്റ്. സർജറി എന്നാൽ ശസ്ത്രക്രിയ. നിങ്ങൾക്കൊരു ശസ്ത്രക്രിയ ആവശ്യമാണ്. ആഴ്ചകളായിട്ടുള്ള വിശ്രമവും ആവശ്യമാണ്. റെസ്റ്റ്, വിശ്രമമോ? ഐ വിസ്പേർഡ്. ഞാൻ പതുക്കെ പറഞ്ഞു. ഐ കനോട്ട് റെസ്റ്റ്. എനിക്ക് വിശ്രമിക്കാൻ സാധിക്കുകയില്ല. ഐ കനോട്ട്. എനിക്ക് സാധിക്കുകയില്ല. റെസ്റ്റ്, വിശ്രമിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. ഐ ഹാവ് വർക്ക്. എനിക്ക് ജോലിയുണ്ട്. ഐ ഹാവ് റെൻറ്റ്. എനിക്ക് വാടക നൽകേണ്ടതുണ്ട്. ഐ ഹാവ് മൈ ചിൽഡ്രൻ. എനിക്ക് 2 കുട്ടികളുണ്ട്. എനിക്കവരെ പരിചരിക്കണം. ഹീ ഷുക്ക് ഹിസ് ഹെഡ് ജെൻലി. അദ്ദേഹം പതുക്കെ അദ്ദേഹത്തിൻ്റെ തല കുലുക്കി. ഷുക്ക് എന്നാൽ കുലുക്കി. റൈറ്റ് നൗ. ഇപ്പോൾ, ഈ സമയത്ത്. യു നീഡ് ടു ഹീൽ. ഇതിനർത്ഥം സുഖം പ്രാപിക്കണം എന്നുള്ള അർത്ഥമാണ്. ചികിത്സ വേണം, ഇതാണ് അർത്ഥം. അദ്ദേഹത്തിൻ്റെ തല കുലുക്കിക്കൊണ്ട് പറഞ്ഞു. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ചികിത്സ ആവശ്യമാണ്. നിങ്ങൾ ആരോഗ്യത്തിലേക്ക് മടങ്ങി വരണം. സുഖം പ്രാപിക്കണം. അതിലേക്കാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. ദെൻ ശേഷം കെയിം വന്നു മോർ ബാഡ് ന്യൂസ്. ശേഷം കൂടുതൽ മോശപ്പെട്ട വാർത്തകൾ വന്നെത്തി. ദ ക്ലീനിങ് സപ്ലൈസ് ഐ ബോറോഡ് വേർ ruined. റൂയിൻ എന്നാൽ അർത്ഥം നശിക്കുക എന്നുള്ള അർത്ഥമാണ്. ബോറോ എന്നാൽ കടം വാങ്ങിക്കുക. ഐ ബോറോഡ് എന്നാൽ ഞാൻ കടം വാങ്ങിച്ച. സപ്ലൈസ് എന്നാൽ സാധനങ്ങൾ. ഞാൻ കടം വാങ്ങിച്ചിരുന്ന ശുചീകരണ സാമഗ്രികൾ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. വേർ ruined എന്നാൽ നശിച്ചു പോയി, കേടായി എന്നൊക്കെയാണ് അർത്ഥം. ഐ ഹാഡ് ഓൾസോ ആക്സിഡൻ്റലി ഡാമേജ്ഡ് ദ ഫ്രണ്ട് ഓഫ് എ ലക്ഷറി സ്റ്റോർ. ആക്സിഡൻ്റലി എന്നാൽ അബദ്ധത്തിൽ എന്നുള്ള അർത്ഥമാണ്, അറിയാതെ. ഡാമേജ്ഡ് എന്നാൽ കേടുവരുത്തിയിരുന്നു. ഫ്രണ്ട് ഓഫ് എ സ്റ്റോർ എന്നാൽ ഒരു കടയുടെ മുൻഭാഗം. ലക്ഷറി സ്റ്റോർ എന്നാൽ ആഡംബര കട. ഞാൻ അബദ്ധത്തിൽ ഒരു ആഡംബര കടയുടെ മുൻഭാഗം കേടുവരുത്തിയിരുന്നു. ദേ സെഡ്. അവർ പറഞ്ഞു. ആ കടയുടെ ഉടമസ്ഥർ പറഞ്ഞു. ഓ എന്നാൽ കടപ്പെട്ടിരിക്കുക എന്നുള്ള അർത്ഥമാണ്. അവർ പറഞ്ഞു, ഞാൻ കടപ്പെട്ടിരിക്കുന്നു $25,000. അവർ പറഞ്ഞു, ഞാൻ 25,000 രൂപ കടപ്പെട്ടിരിക്കുന്നു. അവർക്ക് നൽകാനുണ്ട്, നഷ്ടപരിഹാരമായിട്ട് നൽകാനുണ്ട് എന്ന് അവർ പറഞ്ഞു. $25,000, $25,000. ഐ കുഡ് നോട്ട് ബ്രീത്ത്. ബ്രീത്ത് എന്നാൽ ശ്വാസം പിടിക്കുക എന്നുള്ള അർത്ഥം. ഐ കുഡ് നോട്ട് എനിക്ക് സാധിച്ചില്ല, എനിക്ക് ശ്വാസം എടുക്കാൻ സാധിച്ചില്ല. ദാറ്റ് നൈറ്റ് അന്ന് രാത്രി. ആഫ്റ്റർ ദ ചിൽഡ്രൻ സ്ലപ്റ്റ് ബിസൈഡ് മീ. ബിസൈഡ് എന്നാൽ അരികെ. സ്ലപ്റ്റ് എന്നാൽ ഉറങ്ങി. അന്ന് രാത്രി കുട്ടികൾ എൻ്റെ അരികെ ഉറങ്ങി. അതിനുശേഷം ഐ ക്രൈഡ് ഞാൻ കരഞ്ഞു. ക്വയറ്റ്ലി ഇൻ ടു മൈ പില്ലോ. ക്വയറ്റ്ലി എന്നാൽ ശാന്തമായിക്കൊണ്ട്. ഐ ക്രൈഡ് എന്നാൽ ഞാൻ കരഞ്ഞു. ഇൻ ടു മൈ പില്ലോ. പില്ലോ എന്നാൽ തലയിണ. ഞാൻ തലയിണയിൽ മുഖം പോയി നിശബ്ദമായിക്കൊണ്ട് കരഞ്ഞു, ഇതാണ് അർത്ഥം. ഐ ക്രൈഡ് ക്വയറ്റ്ലി ഇൻ ടു മൈ പില്ലോ. ഐ ഡിഡ് നോട്ട് നോ എനിക്ക് അറിയുകയില്ലായിരുന്നു. ഹൗ വി വുഡ് സർവൈവ്. സർവൈവ് എന്നാൽ അതിജീവിക്കുക എന്നുള്ള അർത്ഥമാണ്. എങ്ങനെയാണ് ജീവിച്ചേക്കുക എന്നുള്ളത് എനിക്ക് അറിയുകയില്ലായിരുന്നു. ദെൻ ശേഷം സംതിങ് അൺഎക്സ്പെക്റ്റഡ് ഹാപ്പൻഡ്. അൺഎക്സ്പെക്റ്റഡ് എന്നാൽ അപ്രതീക്ഷിതമായ എന്നുള്ള അർത്ഥം. സംതിങ് എന്നാൽ എന്തോ ഒന്ന്. എന്തോ ഒരു കാര്യം അപ്രതീക്ഷിതമായിട്ടുള്ളത് സംഭവിച്ചു. പിന്നീട് ഒരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു കാര്യം സംഭവിച്ചു. ഹാപ്പൻഡ് എന്നാൽ സംഭവിച്ചു. ദ നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം. മൈ സ്റ്റോറി വാസ് ഷെയർഡ് ഓൺലൈൻ. എൻ്റെ സ്റ്റോറി ഞാൻ ഓൺലൈനിൽ പങ്കുവച്ചു. ഷെയർഡ് എന്നാൽ പങ്കുവച്ചു. വാസ് ഷെയർഡ് പങ്കുവെക്കപ്പെട്ടു. പീപ്പിൾ സോ ജനങ്ങൾ കണ്ടു. മൈ ചിൽഡ്രൻ എൻ്റെ കുട്ടികളെ ജനങ്ങൾ കണ്ടു. ദ സ്ട്രഗിൾ എൻ്റെ ബുദ്ധിമുട്ട്. ആൻഡ് ദി ആക്സിഡൻറ്റ് എനിക്കുണ്ടായ അപകടവും എൻ്റെ ബുദ്ധിമുട്ടും എൻ്റെ കുട്ടികളെയും ജനങ്ങൾ കണ്ടു. കംപ്ലീറ്റ് സ്ട്രേഞ്ചേഴ്സ് ബിഗാൻ സെൻഡിങ് മെസ്സേജസ് എന്നാൽ സന്ദേശങ്ങൾ. ബിഗാൻ എന്നാൽ തുടങ്ങി. ബിഗാൻ സെൻഡിങ് അയക്കാൻ തുടങ്ങി. സ്ട്രേഞ്ചേഴ്സ് എന്നാൽ അപരിചിതർ. തികച്ചും അപരിചിതരായിട്ടുള്ള ആളുകൾ സന്ദേശങ്ങൾ അയക്കാൻ തുടങ്ങി. ചില ആളുകൾ ഈവൻ സെൻഡ് മണി. ചില ആളുകൾ പണവും പോലും അയച്ചു. പണവും ചില ആളുകൾ അയച്ചു.
തികച്ചും അപരിചിതരായിട്ടുള്ള ആളുകൾ സന്ദേശങ്ങൾ അയക്കാൻ തുടങ്ങി. ദെൻ ദ ഫോൺ റാങ്. റിങ് എന്നാൽ ബെല്ലടിക്കുക എന്നുള്ള അർത്ഥമാണ്. ഫോൺ ബെല്ലടിക്കുക. ഫോൺ റാങ് എന്നാൽ ഫോൺ ബെല്ലടിച്ചു. ശേഷം ഫോൺ ബെല്ലടിച്ചു. എ ഡീപ്പ് വോയിസ്ഡ്. ഇവിടെ ഡീപ്പ് വോയിസ് എന്നുള്ള അർത്ഥം ഒരു ആത്മവിശ്വാസമുള്ള പുരുഷ ശബ്ദം എന്നുള്ള അർത്ഥമാണ്. ആ ശബ്ദം പറഞ്ഞു. ഐ ഹേർഡ്. ഞാൻ കേട്ടു. ഹിയർ എന്നാൽ കേൾക്കുക. അതിൻ്റെ പാസ്റ്റാണ് ഹേർഡ്. ഐ ഹേർഡ്. ഞാൻ കേട്ടു. യുവർ സ്റ്റോറി. നിങ്ങളുടെ കഥ ഞാൻ കേട്ടു. ഐ വാണ്ട് ടു ഹെൽപ്പ്. എനിക്ക് സഹായിക്കണം. ഫിയർ ആൻഡ് ഹോപ്പ് മിക്സ്ഡ് ഇൻ മൈ ചെസ്റ്റ്. ഹോപ്പ് എന്നാൽ പ്രതീക്ഷ. ഫിയർ എന്നാൽ ഭയം. എൻ്റെ മനസ്സിൽ ഭയവും പ്രതീക്ഷയും നിറഞ്ഞു. ഹു ആർ യു? നിങ്ങൾ ആരാണ്? ഐ ആസ്ക്ഡ് സോഫ്റ്റ്ലി. ഞാൻ സൗമ്യമായിക്കൊണ്ട് ഞാൻ ചോദിച്ചു. ഐ ആസ്ക്ഡ്. ഞാൻ ചോദിച്ചു. സോഫ്റ്റ്ലി. സൗമ്യമായിക്കൊണ്ട് ഞാൻ ചോദിച്ചു. യു വിൽ സീ സൂൺ. നീ പെട്ടെന്ന് കണ്ടുമുട്ടും. ഹി സെഡ്. അദ്ദേഹം പറഞ്ഞു. 2 days later. 2 ദിവസങ്ങൾക്ക് ശേഷം. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഒരു കൂട്ടം ആളുകൾ, ഒരു കൂട്ടം ജനങ്ങൾ എൻറ്റേർഡ് പ്രവേശിച്ചു മൈ ഹോസ്പിറ്റൽ റൂം. 2 ദിവസങ്ങൾക്ക് ശേഷം ഒരു കൂട്ടം ആളുകൾ എൻ്റെ ആശുപത്രി റൂമിലേക്ക് കടന്നു വന്നു. ദേ ബ്രോട്ട് ഫ്ലവേഴ്സ്. ബ്രിങ് എന്നാൽ കൊണ്ടുവരിക. അതിൻ്റെ പാസ്റ്റാണ് ബ്രോട്ട്. ദേ ബ്രോട്ട് ഫ്ലവേഴ്സ്. അവർ പുഷ്പങ്ങൾ കൊണ്ടുവന്നിരുന്നു. വാം ക്ലോത്ത്സ് ഫോർ ദ ചിൽഡ്രൻ. വാം ക്ലോത്ത്സ് എന്നാൽ ഇവിടെ തണുപ്പിൽ നിന്നും സംരക്ഷണം നൽകുന്ന വസ്ത്രങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ അവർ കൊണ്ടുവന്നിരുന്നു. അതുപോലെ ഫ്ലവേഴ്സുകൾ കൊണ്ടുവന്നിരുന്നു. ആൻഡ് ഫുഡ്. ഭക്ഷണവും കൊണ്ടുവന്നിരുന്നു. ദെൻ പിന്നീട് ശേഷം എ യങ് മാൻ. ഒരു യുവാവ് സ്റ്റെപ്ഡ് ഫോർവേഡ്. ഫോർവേഡ് എന്നാൽ മുമ്പോട്ടേക്ക് എന്നുള്ള അർത്ഥമാണ്. സ്റ്റെപ്ഡ് എന്നാൽ വന്നു എന്നുള്ള അർത്ഥമാണ്. ശേഷം ഒരു യുവാവ് മുന്നോട്ടേക്ക് നടന്നു വന്നു. മൈ നെയിംസ് റയൻ. എൻ്റെ പേര് റയൻ എന്നാണ്. ഹി സെഡ് ജെൻലി. അദ്ദേഹം സൗമ്യമായിക്കൊണ്ട് പറഞ്ഞു. യു ഡു നോട്ട് നോ മീ. നീ എന്നെ അറിയുകയില്ല. യു ഡു നോട്ട് നോ മീ. ബട്ട് എന്നാൽ ഐ നോ യുവർ സ്റ്റോറി. പക്ഷേ നിൻ്റെ കഥ എനിക്ക് അറിയാം. ഐ വാണ്ട് ടു ഹെൽപ്പ്. എനിക്ക് സഹായിക്കണം. ടിയേഴ്സ് ഫിൽഡ് മൈ ഐസ്. എൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. വൈ. എന്തുകൊണ്ട്? എന്തിനു സഹായിക്കണം? ഐ വിസ്പേർഡ്. ഞാൻ മന്ത്രിച്ചു. ഞാൻ പതുക്കെ പറഞ്ഞു. ഹി സ്മൈൽഡ്. അദ്ദേഹം പുഞ്ചിരിച്ചു. ബിക്കോസ്. കാരണം. ഐ ക്യാൻ. എനിക്ക് സാധിക്കും. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കാരണം എനിക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ സഹായിക്കുന്നത്. റയൻ ആൻഡ് ഹിസ് ടീം പെയ്ഡ് ഓൾ ദ ഹോസ്പിറ്റൽ ബിൽസ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സംഘവും എല്ലാ ആശുപത്രി ബില്ലുകളും അടച്ചു. പെയ്ഡ് എന്നാൽ അടച്ചു, പണം അടച്ചു. വീക്സ് ലേറ്റർ. ആഴ്ചകൾക്ക് ശേഷം. ദേ റിട്ടേൺഡ് ആൻഡ് സെഡ്. അവർ തിരിച്ചു വന്നുകൊണ്ട് പറഞ്ഞു. എമ്മ കം വിത്ത് അസ്. ഞങ്ങളുടെ കൂടെ വരൂ. ദേ ഡ്രോവ് അസ് ടു എ ഹൗസ്. ഡ്രൈവ് എന്നതിൻ്റെ പാസ്റ്റാണ് ഡ്രോവ്. ദേ ഡ്രോവ്. ഇതിനർത്ഥം അവർ വാഹനത്തിൽ കൊണ്ടുപോയി എന്നുള്ള അർത്ഥമാണ്. അസ് ഞങ്ങളെ. ടു എ ഹൗസ് ഒരു വീട്ടിലേക്ക്. അവർ ഞങ്ങളെ ഒരു വീട്ടിലേക്ക് വാഹനത്തിൽ കൊണ്ടുപോയി. നോട്ട് ജസ്റ്റ് എനി ഹൗസ്. ഏതെങ്കിലും ഒരു വീടല്ല. എ ബിഗ്. ഒരു വലിയ. ബ്യൂട്ടിഫുൾ ഹോം. ഒരു മനോഹരമായിട്ടുള്ള ഒരു വീട്ടിലേക്ക് അവർ ഞങ്ങളെ വാഹനത്തിൽ എത്തിച്ചു. ദിസ് ഈസ് യുവേഴ്സ്. ഇത് നിങ്ങളുടേതാണ്. റയൻ സെഡ്. റയൻ പറഞ്ഞു. ഐ ഫ്രോസ്. ഞാൻ മരവിച്ചു. ഞാൻ ആശ്ചര്യപ്പെട്ടു. ഫോർ അസ്. ഞങ്ങൾക്കു വേണ്ടി. ഐ വിസ്പേർഡ്. ഞാൻ പതുക്കെ പറഞ്ഞു. യെസ്. അതെ. നോ മോർ റെൻറ്റ്. വാടക കൊടുക്കേണ്ട. നോ മോർ വറി. വിഷമിക്കേണ്ടതില്ല. ദിസ് ഈസ് യുവേഴ്സ്. ഇത് നിങ്ങളുടേതാണ്. ഹീ സെഡ് വിത്ത് എ സ്മൈൽ. അദ്ദേഹം ഒരു പുഞ്ചിരിയോടുകൂടെ പറഞ്ഞു. ഐ ഡ്രോപ്ഡ് ടു മൈ നീസ്. ഞാൻ മുട്ടുകുത്തി എന്നുള്ള അർത്ഥമാണ്. ഐ ഡ്രോപ്ഡ് ടു മൈ നീസ്. ഞാൻ എൻ്റെ മുട്ടുകാലിൽ കുത്തി. ക്രൈങ്. കരഞ്ഞുകൊണ്ട്. ഡ്രോപ്പ് ടു വൺസ് നീസ്. ഇതിനർത്ഥം വികാരം അല്ലെങ്കിൽ സന്തോഷം, ദുഃഖം ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് മുട്ടുകുത്തുന്ന അവസ്ഥ. ഇതാണ് അർത്ഥം. ഐ ഡ്രോപ്പ് ടു മൈ നീസ് ആൻഡ് ക്രൈഡ്. ഞാൻ മുട്ടുകുത്തി വീണ് കരഞ്ഞു. ഐ ഡ്രോപ്പ് ടു മൈ നീസ് ക്രൈങ്. ലിലി ആൻഡ് ഏത്തൻ ഹഗ് മീ ടൈറ്റ്ലി. ശക്തമായിക്കൊണ്ട് ലിലിയും ഏത്തനും എന്നെ കെട്ടിപ്പിടിച്ചു. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇയേഴ്സ്. വർഷങ്ങളായിട്ട് ആദ്യമായി. വി ഫെൽറ്റ് സേഫ്. ഞങ്ങൾക്ക് സുരക്ഷിതത്വം തോന്നി. വി ഫെൽറ്റ് ഫ്രീ. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തോന്നി. എ ഫ്യൂ മന്ത്സ് ലേറ്റർ.
കുറച്ച് മാസങ്ങൾക്ക് ശേഷം റയൻ ചോദിച്ചു, വാട്ട്സ് യുവർ ബിഗ്ഗസ്റ്റ് ഡ്രീം? നിന്റെ വലിയ സ്വപ്നം എന്താണ്? ഐ പോസ്റ്റ്, ഞാൻ നിർത്തിക്കൊണ്ട് പറഞ്ഞു. ഞാൻ നിർത്തി. ദെൻ സെഡ്, അതിനുശേഷം പറഞ്ഞു, ഐ ഹാവ് ഓൾവേസ് വാണ്ടഡ് ടു ഓപ്പൺ എ സലോൺ. സലോൺ എന്നാൽ ഇവിടെ അർത്ഥം ബ്യൂട്ടി പാർലർ എന്നുള്ള അർത്ഥമാണ്. എനിക്ക് എപ്പോഴും ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങണമെന്ന ആഗ്രഹമുണ്ട്. ആ ആഗ്രഹമാണ് എനിക്കുള്ളത്. ബിഗ്ഗസ്റ്റ് ഡ്രീം എന്നാൽ സ്വപ്നങ്ങളിൽ ഏറ്റവും വലിയ സ്വപ്നം എന്നുള്ള അർത്ഥമാണ്, ഏറ്റവും വലിയ ആഗ്രഹം. വിത്ത് ഹിസ് ഹെൽപ്പ്, അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ, ഐ ഡിഡ്, ഞാനൊരു ബ്യൂട്ടി പാർലർ തുറന്നു. മൈ വെരി ഓൺ ബിസിനസ്, അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടെ ഞാൻ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങി. മൈ വെരി ഓൺ ബിസിനസ് എന്നാൽ എൻ്റെ സ്വന്തം ബിസിനസ് എന്നുള്ള അർത്ഥമാണ്, സ്വന്തമായിട്ട് നടത്തുന്ന സംരംഭം. വിത്ത് ഹിസ് ഹെൽപ്പ് എന്നാൽ അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ. ഐ ആം നോ ലോങ്ങർ ജസ്റ്റ് സർവൈവിങ്, ഐ ആം ലിവിങ്, ഞാൻ കേവലം കഷ്ടിച്ച് ജീവിതം തള്ളി നീക്കുകയല്ല എന്നാണ് അർത്ഥം. ഐ ആം നോ ലോങ്ങർ ജസ്റ്റ് സർവൈവിങ്, ഐ ആം ലിവിങ്, ഞാൻ ജീവിക്കുകയാണ്. പ്രൊവൈഡിങ്, നൽകുന്നു, ഞാൻ ജീവിക്കുന്നു. ഹാപ്പി, സന്തോഷത്തോടെ, ഞാൻ കഷ്ടിച്ച് ജീവിക്കുകയല്ല, സന്തോഷത്തോടെ ജീവിക്കുന്നു, എൻ്റെ കുടുംബത്തെ പോറ്റുകയും ചെയ്യുന്നു. ഇവിടെ പ്രൊവൈഡിങ് എന്നതിന് പോറ്റുക എന്നുള്ള അർത്ഥമാണ്, കുടുംബത്തെ പോറ്റുക, അതാണ്. റയൻ ഡിഡ് നോട്ട് ജസ്റ്റ് ഹെൽപ്പ് അസ്, റയൻ ഞങ്ങളെ സഹായിക്കുക മാത്രമല്ല ചെയ്തത്. ഹി റിമൈൻഡഡ് മീ, അദ്ദേഹം എന്നെ ഓർമ്മിപ്പിച്ചു. റിമൈൻഡ് എന്നാൽ ഓർമ്മിപ്പിക്കുക. ഹി റിമൈൻഡഡ് മീ, അദ്ദേഹം എന്നെ ഓർമ്മിപ്പിച്ചു. ദാറ്റ് ഗുഡ് പീപ്പിൾ, നല്ല ആളുകൾ, സ്റ്റിൽ എക്സിസ്റ്റ്, സ്റ്റിൽ എന്നാൽ ഇപ്പോഴും എന്നുള്ള അർത്ഥമാണ്. സ്റ്റിൽ എന്നാൽ ഇപ്പോഴും, എക്സിസ്റ്റ് എന്നാൽ നിലകൊള്ളുക എന്നുള്ള അർത്ഥമാണ്, നിലവിലുണ്ടായിരിക്കുക. ഗുഡ് പീപ്പിൾ സ്റ്റിൽ എക്സിസ്റ്റ്, നല്ല ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഹി റിമൈൻഡഡ് മീ, അദ്ദേഹം എന്നെ ഓർമ്മിപ്പിച്ചു. ദാറ്റ് ഗുഡ് പീപ്പിൾ സ്റ്റിൽ എക്സിസ്റ്റ്, നല്ല ആളുകൾ ഇപ്പോഴും ഉണ്ട്. ആൻഡ് ഹോപ്പ് ഈസ് നെവർ ലോസ്റ്റ്, ഹോപ്പ് എന്നാൽ പ്രതീക്ഷ ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം എന്നെ ഓർമ്മിപ്പിച്ചു. ലോസ് എന്നാൽ നഷ്ടപ്പെടുത്തുക, അതിൻ്റെ പോസ്റ്റാണ് ലോസ്റ്റ്. നെവർ ലോസ്റ്റ്, ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. റയൻ ഞങ്ങൾക്ക് സഹായം നൽകുക മാത്രമല്ല ചെയ്തത്, അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. നല്ല ആളുകൾ, നല്ല മനസ്സുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട്. പ്രതീക്ഷ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്, കൈവിടരുതെന്നും അദ്ദേഹം എന്നെ ഓർമ്മപ്പെടുത്തി. ഐ സ്റ്റാർട്ടഡ്, ഞാൻ തുടങ്ങിയത് വിത്ത് നത്തിങ്, ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. നൗ, ഇപ്പോൾ, വി ഹാവ് എ ഹോം, ഞങ്ങൾക്കൊരു വീടുണ്ട്. എ ബിസിനസ്, ഒരു കച്ചവടമുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, അതിൽ ഉപരിയായി, എ ഹാപ്പി ഫാമിലി, ഒരു സന്തുഷ്ടമായിട്ടുള്ളൊരു കുടുംബമുണ്ട്. ഇഫ് യു ആർ ഗോയിങ്, നിങ്ങൾ പോകുകയാണെങ്കിൽ, ത്രൂ ഹാർഡ് ടൈംസ് എന്നാൽ ബുദ്ധിമുട്ടുള്ള സമയം എന്നുള്ള അർത്ഥമാണ്. ത്രൂ എന്നാൽ അതിലൂടെ, ബുദ്ധിമുട്ടുള്ള സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിൽ, ഡു നോട്ട് ഗിവ് അപ്പ് എന്നാൽ കീഴടങ്ങുക. ഡു നോട്ട് ഗിവ് അപ്പ്, കീഴടങ്ങരുത്, നിങ്ങൾ ഉപേക്ഷിക്കരുത്, നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് വിചാരിക്കരുത്. ഇഫ് യു ആർ ഗോയിങ് ത്രൂ ഹാർഡ് ടൈംസ്, ഡു നോട്ട് ഗിവ് അപ്പ്. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും, ബുദ്ധിമുട്ടുകളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിലും, നിങ്ങൾ തോറ്റു പിന്മാറരുത്, പ്രതീക്ഷ കൈവിടരുത്, ഇതാണ് അർത്ഥം. ഈവൻ ഇൻ ദ ഡാർക്കസ്റ്റ് മൊമെൻറ്റ്സ്, ഡാർക്കസ്റ്റ് എന്നാൽ ഇവിടെ ഇരുട്ട് നിറഞ്ഞ, അതായത് ബുദ്ധിമുട്ടുള്ള സമയം എന്നുള്ള അർത്ഥമാണ്. ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ പോലും, ആ നിമിഷങ്ങളിൽ പോലും, കൈൻഡ്നെസ് ക്യാൻ ഫൈൻഡ് യു. ഫൈൻഡ് എന്നാൽ കണ്ടെത്തുക, തേടി വരിക, ഇതൊക്കെയാണ് അർത്ഥം. ഏറ്റവും ബുദ്ധിമുട്ടുള്ള നിമിഷങ്ങളിൽ പോലും, ആ നിമിഷങ്ങളിൽ പോലും ആരുടെയെങ്കിലും നന്മയോ അല്ലെങ്കിൽ കരുണയോ നിങ്ങളെ തേടി വന്നേക്കാം, അതാണ് അർത്ഥം. ബെറ്റർ ഡേയ്സ് വിൽ കം, നല്ല ദിവസങ്ങൾ വരും. കീപ് ഗോയിങ്, മുന്നോട്ടേക്ക് പോവുക, മുന്നേറിക്കൊണ്ടേയിരിക്കുക. ഇഫ് യു ലൈക്ക് ദി സ്റ്റോറി, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പ്ലീസ് ദയവായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ, മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക. ആൻഡ് സബ്സ്ക്രൈബ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക.